വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കാളികാവ് അടക്കാക്കുണ്ട് പാറശ്ശേരി റാവത്തൻ ഭാഗത്ത് ടാപ്പിംഗ് തൊഴിലാളി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ വഴങ്ങി വനം വകുപ്പ്. മരിച്ച കല്ലാമൂല സ്വദേശി ഗഫൂറിന്റെ കുടുംബത്തിന് വനം വകുപ്പിന്റെ നഷ്ടപരിഹാരമായ 10 ലക്ഷം രൂപ ഉൾപ്പെടെ 14 ലക്ഷം രൂപ നൽകും. കൂടാതെ കുടുംബത്തിലെ ഒരംഗത്തിന് വനം വകുപ്പിൽ താൽക്കാലിക ജോലിയും നൽകും. പിന്നീട് അത് സ്ഥിര നിയമനമാക്കുമെന്നും നിലമ്പൂർ സൗത്ത് DFO ധനിക്ലാൽ എഴുതി നൽകിയ ഉറപ്പിൽ പറയുന്നു. വണ്ടൂർ MLA AP അനിൽകുമാർ, ഡെപ്യൂട്ടി കളക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഉറപ്പ് കൈമാറിയത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സഹപ്രവർത്തകനായ സമദിനൊപ്പം ടാപ്പിംഗ് നടത്തുന്നതിനിടെ കടുവ ഗഫൂറിനെ ആക്രമിച്ച് കഴുത്തിൽ കടിച്ചുകൊണ്ട് ഓടിമറിഞ്ഞത്. 8 മണിയോടെയാണ് തോട്ടത്തിൽ നിന്നും 200 മീറ്റർ അകലെ മൃതദേഹം കണ്ടെടുത്തത്. ഇതോടെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും കർഷകരും നേതാക്കളും സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. സ്ഥലത്തെത്തിയ DFOയ്ക്ക് പ്രതിഷേധത്തിന്റെ കരുത്തറിയേണ്ടി വന്നു. കടുവയെ വെടിവെച്ചു കൊല്ലാൻ നടപടി വേണമെന്നും ഇല്ലാത്തപക്ഷം മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും നാട്ടുകാർ അറിയിച്ചു. കടുവയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കാമെന്നും ആവശ്യമെങ്കിൽ മയക്കുവെടിവെച്ച് പിടിക്കാമെന്നും DFO ഉറപ്പു നൽകി. വയനാട്, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നും കടുവയെ പിടികൂടുന്നതിന് പ്രത്യേക സംഘമെത്തും. ഇതേ തുടർന്നാണ് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചത്. 3 മാസം മുൻപ് വനപാലകർ കടുവയെ കണ്ടിരുന്നുവെങ്കിലും കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടാൻ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഈ കടുവ തന്നെയാകും ഗഫൂറിന്റെ ജീവനെടുത്തെന്നാണ് നാട്ടുകാർ പറയുന്നത്. AP അനിൽകുമാർ MLAയും വനം വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ രംഗത്ത് വന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രനും അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകൾ നിലവിൽ വന്യമൃഗ ഭീതിയിലാണ്. ഇനി ഒരു ജീവൻ നഷ്ടമാകാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് വനം വകുപ്പ് തന്നെയാണ്. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കാളികളായി. ഈസ്റ്റ് ലൈവ്, കാളികാവ്. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. വേഗമാകട്ടെ, ഹയ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ.